ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് നോമ്പ് സമയത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ കസ്കസൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് തണ്ണിമത്തൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്, ഇതുപോലൊരു തവി കൊണ്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇതിപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തണ്ണിമത്തന് നല്ല മധുരമുള്ളതാണെങ്കിൽ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ഉണ്ടല്ലോ, അതുകൂടി ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയം നിങ്ങൾക്ക് ഇതിലേക്ക് ആപ്പിൾ ഉണ്ടെങ്കിൽ ആപ്പിൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്